വ്യോമ പോരാട്ടത്തിന്റെ എക്കാലത്തെയും വികസിച്ചുകൊണ്ടിരിക്കുന്ന ഭൂപ്രകൃതിയിൽ യുദ്ധവിമാനങ്ങളുടെ ഫലപ്രാപ്തിയിൽ വേഗത ഒരു നിർണായക ഘടകമായി തുടരുന്നു. എന്നിരുന്നാലും ഈ ലിസ്റ്റിൽ ഏറ്റവും വേഗതയേറിയ SR-71 ബ്ലാക്ക്ബേർഡ് അല്ലെങ്കിൽ പരീക്ഷണാത്മക X-15 പോലെയുള്ള പേരുകൾ അടങ്ങിയിട്ടില്ല. പകരം 2024 നിലവിൽ പ്രവർത്തിക്കുന്ന ഏറ്റവും വേഗതയേറിയ 5 യുദ്ധവിമാനങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് വിശദമായി നോക്കാൻ ശ്രമിക്കാം. അഞ്ചാമതായി സുഖോയ് 35. റഷ്യയിലെ സുഖോയ് 27 ഫ്ലാങ്കർ കുടുംബത്തിലെ ഏറ്റവും നൂതനമായ വേരിയന്റാണ് സുഖോയ് 35 ഫ്ലാങ്കറി എന്നത്. ഒരു സമർപ്പിത വായുമേധാവിത്വ ഫൈറ്റർ ജെറ്റ് എന്ന നിലയിൽ ഈ ലിസ്റ്റിൽ F-22 ശേഷമുള്ള ഒരേ ഒരു സൂപ്പർ മാനുവറബിൾ വിമാനങ്ങളിൽ ഒന്നാണിത്. ഈ സിംഗിൾ സീറ്റ് ട്വിൻ എഞ്ചിൻ ഫൈറ്റർ സുഖോയ് 27 ഏതാണ്ട് അതേ അടിസ്ഥാന ചട്ടക്കൂട് ചിത്രീകരിക്കുന്നുവെങ്കിലും മികച്ച നവീകരണങ്ങളോടെ ഇവ മികച്ചതാക്കിയിരിക്കുന്നു. 86.3 കിലോ ന്യൂട്ടൺ ഡ്രൈ ത്രസ്റ്റും ആഫ്റ്റർ ബേണിംഗ് ഘട്ടത്തിൽ 142.2 കിലോ ന്യൂട്ടൺ ത്രസ്റ്റും ഉൽപ്പാദിപ്പിക്കാൻ കഴിവുള്ള 2 സാറ്റേൺ AL-41 F1S ആഫ്റ്റർ ബേണിംഗ് ടർബോഫാൻ എഞ്ചിനുകളാൽ പ്രവർത്തിക്കുന്ന സുഖോയ് 35 പരമാവധി മാക് 2.25 വേഗതയിൽ പറക്കാൻ കഴിയും. സുഖോയ് 35 ഒരു ബയൽക്ക N035 RBC പാസീവ് ഇലക്ട്രോണിക്കലി സ്കാൻഡർ റഡാർ ഉപയോഗിക്കുന്നു. ഇത് സുഖോയ് 27 N011M റഡാറിൽ നിന്നുള്ള നവീകരണമായതിനാൽ ഇവയ്ക്ക് ട്രാക്ക് വൈൽ സ്കാനിംഗ് മോഡിൽ 200 മുതൽ 350 കിലോമീറ്റർ വരെ ടാർഗറ്റ് ചെയ്യാനും ഒരേ സമയം 2 ലക്ഷ്യങ്ങളിൽ ഏർപ്പെടാനും കഴിയും. അതോടൊപ്പം വലിയ ലക്ഷ്യങ്ങളെ 400 കിലോമീറ്റർ അകലെ നിന്ന് തന്നെ ട്രാക്ക് ചെയ്യാനും ഈ റഡാറിന് കഴിയും. സിന്തറ്റിക് അപ്പർച്ചർ ഉപയോഗിച്ച് ഉയർന്ന റെസൊല്യൂഷൻ ഇമേജുകൾക്കൊപ്പം ദീർഘദൂര രഹസ്യാന്വേഷണ ദൗത്യങ്ങൾ നടത്താനും ഈ റഡാറിന് കഴിയും. സുഖോയ് 35 സുഖോയ് 34 ബോംബർ ഫൈറ്ററിന്റെ ചില സവിശേഷതകളും സജ്ജീകരിച്ചിരിക്കുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ട കിബിനി L-175V ECM സിസ്റ്റം വിമാനം കണ്ടെത്തുന്നത് വൈകിപ്പിക്കാനും അതിന്റെ പ്രതിഫലനങ്ങൾ മറയ്ക്കാനും ശത്രു റഡാറിനെ തകരാറിലാക്കാനും സഹായിക്കുന്നു. കൂടാതെ ത്രസ്റ്റ് വെക്ടറിംഗ് നോസിലുകൾ കാരണം കൈകാര്യം ചെയ്യാനുള്ള അതിമനോഹരമായ കഴിവ്, ഡെത്ത് സ്കിമ്മിംഗ് മാനുവറബിലിറ്റി എന്നിവ സുഖോയ് 35 നമുക്ക് കാണാൻ സാധിക്കും. ഡോഗ് ഫൈറ്റ് സാഹചര്യങ്ങൾക്കായി പരമാവധി 180 റൗണ്ടുകളുള്ള ഡിഫോൾട്ട് 30mm GSH-31 ഓട്ടോ പീരങ്കിയും പരമാവധി 800 കിലോഗ്രാം ആയുധങ്ങൾ വഹിക്കാൻ കഴിവുള്ള 12 ഹാർഡ് പോയിന്റുകളുമായാണ് സുഖോയ് 35 എത്തുന്നത്. ഈ പ്ലാറ്റ്ഫോമിൽ പൂർണ്ണമായ വ്യോമാക്രമണം, ഗ്രൗണ്ട് വാർഫെയർ, ആന്റി ഷിപ്പ്, ആന്റി റേഡിയേഷൻ, ബോംബിംഗ് കോൺഫിഗറേഷൻ അടങ്ങുന്ന മിഷൻ സ്പെഷ്യാലിറ്റി അനുസരിച്ച് ആയുധങ്ങൾ സജ്ജീകരിക്കാമെന്ന പ്രത്യേകതയുമുണ്ട്. നിലവിൽ റഷ്യയും ചൈനയും മാത്രമാണ് ഈ ജെറ്റിന്റെ 2 പ്രധാന ഓപ്പറേറ്റർമാർ. 24 സുഖോയ് 35 വിമാനങ്ങൾ ചൈനയുടെ കൈവശമുണ്ടെന്നും റഷ്യയുടെ പക്കൽ 130 ജെറ്റുകൾ ഉണ്ടെന്നും കരുതപ്പെടുന്നു. 2014 റഷ്യൻ ആക്റ്റീവ് ഡ്യൂട്ടിയിൽ ഈ ജെറ്റ് അവതരിപ്പിക്കുകയും 2015 മുതൽ സിറിയയിലെ റഷ്യൻ സൈനിക ഇടപെടലിൽ ഇവ വിന്യസിക്കുകയും ചെയ്തിരുന്നു. 2022 മുതൽ നടന്നുകൊണ്ടിരിക്കുന്ന ഉക്രൈനിലെ റഷ്യൻ അധിനിവേശത്തിലും ഈ പ്ലാറ്റ്ഫോം ഉപയോഗിച്ചു പോരുന്നു. നാലാമതായി ലോക്ഹീഡ് മാർട്ടിൻ F-22 റാപ്റ്റർ. ലോകമെമ്പാടുമുള്ള വിദഗ്ധരും മാധ്യമങ്ങളും കണക്കാക്കുന്നത് പോലെ F-22 റാപ്റ്റർ തീർച്ചയായും സജീവ സേവനത്തിലെ ഏറ്റവും മികച്ച യുദ്ധവിമാനമാണ്. വൈദഗ്ധ്യം, ഫയർ പവർ എന്നിവ കൂടാതെ ഇപ്പോൾ രൂപകൽപ്പനയിൽ പോലും വിവിധ രാജ്യങ്ങളുടെ വരാനിരിക്കുന്ന 5ാം തലമുറ യുദ്ധവിമാനങ്ങൾക്കായി പരീക്ഷിച്ച അടിസ്ഥാന രേഖയായി സജ്ജീകരിച്ചിരിക്കുന്നു. സിംഗിൾ സീറ്റ് ട്വിൻ എഞ്ചിൻ ഓൾ വെതർ മൾട്ടി റോൾ സ്റ്റെൽത്ത് ഫൈറ്ററായ F-22 റാപ്റ്റർ വായുമേധാവിത്വം, ഗ്രൗണ്ട് സപ്പോർട്ട്, ഇലക്ട്രോണിക് വാർഫെയർ ദൗത്യങ്ങൾ എന്നിവയ്ക്കായി രൂപകൽപ്പന ചെയ്തിരിക്കുന്നു. 2 പ്രാറ്റ് ആൻഡ് വിറ്റ്നി F119 PW100 ഓഗ്മെന്റഡ് ടർബോഫാൻ എഞ്ചിനുകൾ 116 കിലോ ന്യൂട്ടൺ ഡ്രൈ ത്രസ്റ്റും 156 കിലോ ന്യൂട്ടൺ ആഫ്റ്റർ ബേണർ ത്രസ്റ്റും ഉൽപ്പാദിപ്പിക്കുന്നത് വഴി പരമാവധി 2.25 മാക് വരെ F-22 പറക്കാൻ കഴിയും. എഞ്ചിനുള്ളിൽ അഡ്വാൻസ്ഡ് ത്രസ്റ്റ് വെക്ടറിംഗ് നോസിലുകൾ ഉള്ളതിനാൽ ഫ്ലൈറ്റിന്റെ മാനുവറബിലിറ്റി കൃത്യമായി നിയന്ത്രിക്കാൻ അനുവദിക്കുകയും വിമാനത്തിന്റെ ചടുലതയും യുദ്ധഫലപ്രാപ്തിയും വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. F-22 എയർ ആധിപത്യത്തിന്റെ കേന്ദ്രമായി കണക്കാക്കുന്നത് അതിന്റെ നൂതന AN-bar APG-77 റഡാർ സംവിധാനമാണ്. സജീവ സേവനത്തിൽ ഏകദേശം 2 പതിറ്റാണ്ടായി നിലകൊള്ളുന്ന F-22 മറ്റ് ആഭ്യന്തര ആഗോള എതിരാളികളെ അപേക്ഷിച്ച് ഇപ്പോഴും മികച്ച സ്റ്റെൽത്ത് ഫൈറ്ററായി കണക്കാക്കപ്പെടുന്നു. ലോക്ഹീഡ് മാർട്ടിൻ, ബോയിങ്, ജനറൽ ഇലക്ട്രിക്, സാൻഡേഴ്സ്, ടെക്സസ് ഇൻസ്ട്രുമെന്റ്സ്, റെയ്ത്യോൺ എന്നിവയിൽ നിന്നുള്ള ഏറ്റവും മികച്ച ഉപകരണങ്ങളും F-22 സജ്ജീകരിച്ചിരിക്കുന്നു. അതിനാൽ തന്നെ F-22 സാഹചര്യപരമായ അവബോധവും ഏവിയോണിക്സും വളരെ മികച്ചതായി കണക്കാക്കപ്പെടുന്നു. കൂടാതെ ഇവയുടെ ആന്തരിക ആയുധ ബേകൾക്ക് 6 AIM-120 AMRAAM BVR മിസൈലുകളും 2 AIM-9X സൈഡ് വെൻഡർ ഷോർട്ട് റേഞ്ച് AIM-കളും വഹിക്കാനാകും. അമേരിക്കൻ ഗവൺമെന്റിന്റെ അതീവ രഹസ്യ സ്വഭാവം, കയറ്റുമതി നിരോധനം, യഥാർത്ഥ മുൻനിര യുദ്ധവിന്യാസത്തിന്റെ അഭാവം എന്നിവ കാരണം F-22 റാപ്റ്ററിന്റെ യഥാർത്ഥ സാധ്യതകൾ ആർക്കും അറിയില്ല എന്നതാണ് സത്യം. F-15EX സ്ട്രൈക്ക് ഈഗിളിന് ശേഷം ഏറ്റവും വേഗതയേറിയ അമേരിക്കയുടെ 2ാമത്തെ പ്രവർത്തന ജെറ്റാണിത്. നിലവിൽ 150ഓളം F-22 റാപ്റ്റർ വിമാനങ്ങൾ അമേരിക്ക പ്രവർത്തിപ്പിച്ചു പോരുന്നു. മൂന്നാമതായി MiG-29. ചടുലതയ്ക്കും വൈദഗ്ധ്യത്തിനും പോരാട്ട വീര്യത്തിനും പേരുകേട്ട ഫുൾക്രം എന്ന് വിളിപ്പേരുള്ള MiG-29 റഷ്യൻ എയറോസ്പേസ് എഞ്ചിനീയറിംഗ് മികവിന്റെ പ്രതീകമായി നിലകൊള്ളുന്നു.
രണ്ട് ശക്തമായ RD-33 ആഫ്റ്റർ ബേണിംഗ് ടർബോഫാൻ എഞ്ചിനുകളാണ് MiG-29 മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇവയുടെ ആകർഷണീയമായ ത്രസ്റ്റ് ടു വെയിറ്റ് റേഷ്യോ MiG-29 ആന്തരിക ഇന്ധനം ഉപയോഗിച്ച് പരമാവധി 2.3 മാക് വേഗതയും ഏകദേശം 1400 കിലോമീറ്ററിന്റെ പ്രവർത്തന റേഞ്ചും നേടാൻ അനുവദിക്കുന്നു. എയറോഡൈനാമിക് രൂപകൽപ്പനയും ശക്തമായ എഞ്ചിനുകളും ഇവയെ ഉയർന്ന മാനുവറബിലിറ്റി നടത്താൻ അനുവദിക്കുന്നു. സമകാലികരായ നിരവധി പോരാളികളെ മറികടക്കാൻ കഴിവുള്ള ഈ മികച്ച മാനുവറബിലിറ്റി ക്ലോസ് ക്വാർട്ടേഴ്സ് ഡോഗ് ഫൈറ്റുകളിൽ MiG-29 ഒരു ശക്തനായ എതിരാളിയാക്കി മാറ്റുന്നു. മിനിറ്റിൽ 37,000 അടിയിൽ കൂടുതലുള്ള റേറ്റ് ഓഫ് ക്ലൈംബ് ഉള്ളതിനാൽ ഒപ്റ്റിമൽ ഇന്റർസെപ്ഷൻ ഉയരങ്ങളിൽ വേഗത്തിലെത്താൻ MiG-29 അനുവദിക്കുന്നു. MiG-29 RP-29 റഡാർ സിസ്റ്റം ഉപയോഗിക്കുന്നതിനാൽ ഇവ ഒരേ സമയം 10 ലക്ഷ്യങ്ങളെ വരെ ട്രാക്ക് ചെയ്യാൻ പ്രാപ്തമാണ്. അതോടൊപ്പം 120 കിലോമീറ്റർ ദൂരത്തിൽ നിന്നും 4 എണ്ണത്തിൽ ഇടപഴകാനും ഇവയ്ക്ക് കഴിയും. ഇന്നത്തെ അത്യാധുനിക സംവിധാനങ്ങളെ പോലെ മികച്ചതല്ലെങ്കിലും വായുവിൽ നിന്ന് വായുവിലേക്ക് പോരാടുന്നതിന് മതിയായ കണ്ടെത്തൽ ശ്രേണികൾ ഇത് MiG-29 നൽകിപ്പോരുന്നു. MiG-29 OLS-27 എന്ന് വിളിക്കപ്പെടുന്ന ഇൻഫ്രാറെഡ് സെർച്ച് ആൻഡ് ട്രാക്ക് സിസ്റ്റവും ഉൾപ്പെടുത്തിയിരിക്കുന്നത് കൊണ്ട് കുറഞ്ഞ വെളിച്ചത്തിൽ അല്ലെങ്കിൽ റഡാർ ജാം ചെയ്യപ്പെടുമ്പോഴും ടാർഗറ്റിനെ കണ്ടെത്താനും ട്രാക്ക് ചെയ്യാനും അനുവദിക്കുന്നു. ശത്രുക്കളുടെ റഡാർ ഭീഷണികളെ ചെറുക്കുന്നതിനുള്ള അടിസ്ഥാന ഇലക്ട്രോണിക് കൗണ്ടർ മെഷേഴ്സ് സ്യൂട്ടാണ് MiG-29 സജ്ജീകരിച്ചിരിക്കുന്നത്. ഇൻകമിംഗ് റഡാർ ഗൈഡഡ് മിസൈലുകളെ ആശയക്കുഴപ്പത്തിലാക്കാൻ ഇത് ഷാഫും ഫ്ലെയർ ഡിസ്പെൻസറുകളും ഉപയോഗിക്കുന്നു. MiG-29 പ്രാഥമികമായി ഒരു എയർ ടു എയർ കോമ്പാറ്റ് ഫൈറ്റർ ആണ്. ഇന്ത്യയുടെ MiG-29 ഫുൾക്രമിന് 4 അസ്ത്ര തദ്ദേശീയ BVR മിസൈലുകൾ ഘടിപ്പിക്കാൻ കഴിയും. ക്ലോസ് ക്വാർട്ടർ പോരാട്ടത്തിനായി പരമാവധി 150 റൗണ്ടുകൾ വഹിക്കുന്ന 30mm GHS-31 ഓട്ടോ കനോണും ഇതിലുണ്ട്. ലോകമെമ്പാടുമുള്ള ഏറ്റവും സാധാരണയായ ജെറ്റുകളിൽ ഒന്നായ MiG-29 ലോകമെമ്പാടുമായി 100-600-ലധികം യൂണിറ്റുകളിൽ പ്രവർത്തിക്കുന്നു. അൾജീരിയ, ബെലാറസ്, ഇറാൻ, മ്യാൻമാർ, ഉത്തര കൊറിയ, സുഡാൻ, ഉക്രൈൻ, ഇന്ത്യ എന്നിവയാണ് പ്രധാന ഉപയോക്താക്കൾ. ജെറ്റിന്റെ നാവിക വകഭേദമായ MiG-29K അല്പം വേഗത കുറഞ്ഞതാണെങ്കിലും ഇന്ത്യ നിലവിൽ തങ്ങളുടെ INS വിക്രമാദിത്യ, INS വിക്രാന്ത് എന്നിവയിൽ വിന്യസിച്ചിരിക്കുന്നു. രണ്ടാമതായി ബോയിങ് F-15EX സ്ട്രൈക്ക് ഈഗിൾ 2. ഐതിഹാസിക ശീതയുദ്ധകാലത്തെ മക്ഡൊണാൾഡ് ഡഗ്ലസ് F-15 ഈഗിൾ പ്ലാറ്റ്ഫോമിന്റെ ഏറ്റവും പുതിയ വേരിയന്റാണ് EX എന്നത്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എയർഫോഴ്സിന്റെ ദീർഘദൂര കൃത്യത, ഇലക്ട്രോണിക് യുദ്ധശേഷി, മൊത്തത്തിലുള്ള മിഷൻ വൈദഗ്ധ്യം എന്നിവ കാരണം F-35, F-22, B-2 സ്പിരിറ്റ് എന്നിവയുടെ പേരുകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഇൻവെന്ററിയിൽ പോലും F-15 വിമാനങ്ങൾ ഒരു പ്രധാന ഘടകമാണ്. സിംഗിൾ ഡബിൾ ക്രൂ പ്ലാറ്റ്ഫോമുകളിലാണ് ഈഗിൾ 2 വിമാനങ്ങൾ എത്തുന്നത്. 2 ജനറൽ ഇലക്ട്രിക് F110G129 ആഫ്റ്റർ ബേണിംഗ് ടർബോഫാൻ എഞ്ചിനുകൾ 76.31 കിലോന്യൂട്ടൺ ഡ്രൈ ത്രസ്റ്റും ആഫ്റ്റർ ബേണിംഗ് ഘട്ടത്തിൽ 131 കിലോന്യൂട്ടൺ ത്രസ്റ്റും ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുള്ളതാണ്. ഉപകരണങ്ങളുടെ ഗുണനിലവാരം, ദീർഘായുസ്, പ്രകടനം എന്നിവയിൽ F-15 സ്ട്രൈക്ക് ഈഗിൾ ഏറ്റവും മികച്ച ഒന്നായി കണക്കാക്കപ്പെടുന്നു. EA-18G ഗ്രൗളർ ഉപയോഗിച്ചിരുന്ന AN-bar APG-79 പ്രൊസസറും പ്രകടനവും മുൻപത്തെ F-15Cയുടെ ആന്റിനയും സംയോജിപ്പിക്കുന്ന റെയ്ത്തിയോൺ AN-bar APG-82 ഓൾ വെതർ മൾട്ടിബോർഡ് AES റഡാറുമായാണ് ഈ ജെറ്റ് വരുന്നത്. ഇലക്ട്രോണിക് വാർഫെയർ സെഗ്മെന്റിലെ അമേരിക്കയുടെ ഇൻവെന്ററിയിലെ ഏറ്റവും മികച്ചതാണ് ഗ്രൗളേഴ്സ് EW റഡാർ എന്നതിനാൽ ഈ ഹൈബ്രിഡ് സജ്ജീകരണം F-15EX വിമാനങ്ങളെ മുമ്പത്തെ പ്രശ്നങ്ങളൊന്നുമില്ലാതെ തന്നെ ഒരേ സമയം ജാമിംഗ് പ്രവർത്തനങ്ങൾ പ്രവർത്തനക്ഷമമാക്കാൻ സഹായിക്കുന്നു. പോസിറ്റീവ് ടാർഗറ്റ് ഐഡന്റിഫിക്കേഷൻ, ഓട്ടോണമസ് ട്രാക്കിംഗ്, തത്സമയ GPS എന്നിവ വാഗ്ദാനം ചെയ്യുന്ന ലോക്ഹിഡ് മാർട്ടിന്റെ AN-bar AS-13 ലാൻഡിൻ, AN-bar AQ-33 സ്നൈപ്പർ XR എന്നിവയ്ക്കൊപ്പമാണ് EX ഈഗിൾ 2 എത്തുന്നത്. ഇന്നത്തെ ഏറ്റവും വൈവിധ്യമാർന്ന യുദ്ധവിമാനങ്ങളുടെ നിരയിൽ അമേരിക്കൻ വ്യോമസേനയുടെ ആയുധപുരയിലെ ഏറ്റവും വേഗതയേറിയ ജെറ്റാണ് F-15EX ഈഗിൾ 2 എന്നത്. AM-9 സൈഡ് വിൻഡർ, AM-120 അമ്രാം, AM-260 ജോയിന്റ് അഡ്വാൻസ്ഡ് ടാക്ടിക്കൽ മിസൈൽ എന്നിവ വഹിക്കാൻ കഴിയുന്ന 12 ഹാർഡ് പോയിന്റുകളുള്ള F-15 ബീസ്റ്റ് മോഡ് വേരിയന്റായാണ് F-15EX അറിയപ്പെടുന്നത്. അതിനാൽ തന്നെ ഇസ്രായേൽ, സൗദി അറേബ്യ, ഇന്തോനേഷ്യ എന്നിവ പുതിയ തലമുറ സ്ട്രൈക്ക് ഈഗിൾ ഏറ്റെടുക്കാനുള്ള സജീവ കരാറിലാണ്. 100-ലധികം ആകാശ വിജയങ്ങളും 0 ക്രാഷുകളുമുള്ള എക്കാലത്തെ മികച്ച ഡോഗ് ഫൈറ്ററായി F-15 ഈഗിളിന്റെ ലെഗസി ഇപ്പോഴും തുടർന്നു പോരുന്നു. ഒന്നാമതായി MiG-31. നാറ്റോ ഫോക്ക് സൗണ്ട് എന്നും വിളിക്കുന്ന MiG-31 ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ സർവീസ് ഫൈറ്റർ ജെറ്റാണ്. ഒരു സമർപ്പിത ഫൈറ്റർ ജെറ്റ് എന്നതിലുപരിയായി മറ്റൊരു റോളായ സൂപ്പർസോണിക് ഇന്റർസെപ്റ്ററായ ഈ ലിസ്റ്റിലെ ഒരേ ഒരു യുദ്ധവിമാനമാണിത്. ഇപ്പോൾ സജീവ സേവനത്തിലുള്ള ഏറ്റവും മികച്ച സൂപ്പർസോണിക് ഇന്റർസെപ്റ്ററായി ഫോക്ക് സൗണ്ടിനെ കണക്കാക്കപ്പെടുന്നു. 93 കിലോന്യൂട്ടൺ ഡ്രൈ ത്രസ്റ്റും ആഫ്റ്റർ ബേണിംഗ് ഘട്ടത്തിൽ 152 കിലോന്യൂട്ടൺ ത്രസ്റ്റും ഉൽപ്പാദിപ്പിക്കാൻ കഴിവുള്ള 2 സൊളോഡീവ് D-30F6 ആഫ്റ്റർ ബേണിംഗ് ടർബോഫാൻ എഞ്ചിനുകളാൽ പ്രവർത്തിക്കുന്ന ഒരു ഡ്യുവൽ ക്രൂ ജെറ്റാണിത്. മാക് 2.83 എന്ന് അമ്പരിപ്പിക്കുന്ന പരമാവധി വേഗതയിലും മാക് 2.35 ക്രൂയിസിംഗ് വേഗതയിലും എത്താൻ കഴിയുന്ന ഈ പ്ലാറ്റ്ഫോം നിലവിൽ ലോകത്തിലെ ഏറ്റവും വേഗതയുള്ള യുദ്ധവിമാനമാണ്.
പരമാവധി 200 കിലോമീറ്റർ പരിധിയിൽ 10 ടാർഗറ്റുകളെ വരെ ട്രാക്ക് ചെയ്യാൻ കഴിയുന്ന സാസ്ലോൺ S-800 എന്നറിയപ്പെടുന്ന ഒരു പാസീവ് ഇലക്ട്രോണിക് സ്കാൻഡർ റഡാറുള്ള ആദ്യത്തെ പ്രവർത്തന വിമാനം കൂടിയാണിത്. ഒരു സമർപ്പിത ഇന്റർസെപ്റ്റർ എന്നത് അതിന്റെ പ്രാഥമിക റോളായതിനാൽ ഇതിന് വളരെ കാര്യക്ഷമമായ സെൻസർ സ്യൂട്ടുണ്ട്. യാന്ത്രികമായി സ്റ്റിയറിംഗ് ആന്റിനകൾ ഉപയോഗിക്കുന്ന പരമ്പരാഗത റഡാർ സിസ്റ്റങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി സാസ്ലോൺ S-800 ഒരു ഘട്ടം ഘട്ടമായുള്ള ആന്റിന ഡിസൈൻ ഉപയോഗിക്കുന്നു. കൂടാതെ 56 കിലോമീറ്റർ ദൂരത്തിൽ നിന്നും ഇൻഫ്രാറെഡ് വിഷൻ ഉപയോഗിച്ച് ലക്ഷ്യങ്ങൾ കണ്ടെത്താനുള്ള കഴിവും ഇതിനുണ്ട്. ഒരു സൂപ്പർസോണിക് ഇന്റർസെപ്റ്റർ ആയതുകൊണ്ട് ആംഡ് ഇന്റർസെപ്ഷനും യുദ്ധ ബോംബർ റോളുകളും കാരണം MiG-31 ഭയപ്പെടുത്തുന്ന ആയുധശേഷി പ്രകടിപ്പിക്കുന്നു. 4 വിംബൽ R-33 എയർ ടു എയർ മിസൈലുകളും 6 ബാരൽ 23mm GSX-623 പീരങ്കിയുമാണ് ഇതിന്റെ പ്രാഥമിക ആയുധം. ഇവ കൂടാതെയുള്ള അധിക 4 ഹാർഡ് പോയിന്റുകളിൽ 4 R-60 ഇൻഫ്രാറെഡ് ഹോമിംഗ് എയർ ടു എയർ മിസൈലുകൾ, 4 വിംബൽ R-73 അല്ലെങ്കിൽ 4 വിംബൽ R-77 BVR എയർ ടു എയർ മിസൈലുകൾക്ക് ഇടം നൽകുന്നു. ഫോക്ക് സൗണ്ടിന്റെ റേഞ്ചും അതിന്റെ വേഗതയും റഷ്യയുടെ പരമ്പരാഗത ജെറ്റ് ഇൻവെന്ററിയിലെ 500 കിലോമീറ്റർ ദൂരപരിധിയുള്ള ആണവശേഷിയുള്ള ഹൈപ്പർസോണിക് എയർ ലോഞ്ച് ബാലിസ്റ്റിക് മിസൈലായ KH-47 കിൻസാൽ വഹിക്കാൻ കഴിവുള്ള ഏക വിമാനമാക്കി മാറ്റുന്നു.